ഈശ്വര, ഇന്നും അത് തന്നെ സംഭവിച്ചല്ലോ. സാവിത്രി, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ, നീ എതിരൊന്നും പറയരുത്. ഈ കാലം വരെ നമ്മളെ കുഞ്ഞുങ്ങളെ ഞാൻ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇനി ഈ വയസ്സാകാലത്ത് അച്ഛനൊരു ബാധ്യതയാണെന്ന് അവർക്ക് തോന്നാനും പാടില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. അപ്പൂപ്പൻ എന്താ അച്ഛമ്മയുടെ ഫോട്ടോ നോക്കി പിച്ചും പേയും പറയുന്നേ? മോള് പോയിട്ട് അച്ഛനെ അമ്മനെ ഒന്ന് വിളിച്ചോളൂ. എന്തോ സംഭവം ഉണ്ടല്ലോ അപ്പൂപ്പ. എന്റെ മക്കളെ ഒന്നും കാണാതെ ഈ അപ്പൂപ്പന് എത്ര കാലം ഇരിക്കാൻ പറ്റൂ? പക്ഷെ സാവിത്രി, ഞാൻ എടുത്ത തീരുമാനം തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ അനക്ക്? മോനെ, എടാ, അച്ഛനൊരു തീരുമാനം എടുത്തു. അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ മോനെ അറിയാലോ. അതിലിപ്പോ ആ ഭാഗവതം നാരായണന് ഇവിടെ എവിടെയോ ഉള്ള ഒരു വൃദ്ധസദനത്തിലാണ്. അവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലട്ടോ. പരമ സുഖാന്നാട്ടോ പറഞ്ഞു കേൾക്കണത്. അച്ഛനിപ്പോ ഇങ്ങനെയൊക്കെ തോന്നാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഏയ്, ഒന്നുമില്ല എൻ്റെ മോളെ. കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നായിട്ട് ശരിയാവില്ല. എനിക്ക് എന്തോ ഒരു പേടി പോലെ. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഓരോ ചിന്തകളാ മനസ്സിൽ. മാത്രമല്ല, 4-5 ദിവസമായി അറിയാതെ കിടക്കയിൽ മൂത്രമൊഴിച്ചു പോകുന്നുണ്ട്. ഒന്നും ഉണ്ടായേ. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോ അച്ഛൻ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതേടാ, അതാ നല്ലത്. എത്രയും നേരത്തെ ആയാൽ അത്രയും ബുദ്ധിമുട്ട് എൻ്റെ കുട്ടികൾക്ക് കുറയല്ലോ. അമ്മു, എന്നാ പിന്നെ അപ്പൂപ്പന്റെ മഹാഭാരതവും രാമായണവും പുതപ്പും വീഡിയോ ഒക്കെ അങ്ങോട്ട് എടുത്തോ. നീക്കി രാമായണം അതാ അവിടെതാ. അച്ഛൻ എണീറ്റ് പോരിട്ടോ, അവിടെ ഇരിക്കണ്ട. നീറ്റോ. അതെന്തേടാ ഈ അതൊക്കെ എൻ്റെ മുറി കൊണ്ടുവച്ച്? നാളെ മുതലേ അച്ഛൻ അവിടെ എൻ്റെ അടുത്താ കിടക്കണം. മോനെ, മിണ്ടരുത്. 4-5 ദിവസം ബെഡിൽ മൂത്രമൊഴിച്ചെന്നും പറഞ്ഞ് വൃദ്ധസാധനം തന്നെ നടക്കുക. 4-5 വയസ്സ് വരെ ഞാനും ബെഡിൽ തന്നെ മൂത്രമൊഴിച്ചത്. അന്നെന്തേ ഈ മന്ദിരങ്ങളും സാധനങ്ങളൊന്നും ഇല്ലായിരുന്നോ? എടാ, അച്ഛൻ പറഞ്ഞത് വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നാരായണനും ചന്ദ്രനും ഒക്കെ അവിടെയാണ് അത്രേ. സ്വർഗല്ലേ അവിടെ, സ്വർഗോ. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. എന്റെ അച്ഛന് വയസ്സായത് ഞാൻ കണ്ടില്ല, കാണാൻ ഞാൻ ശ്രമിച്ചില്ല. അതെന്റെ കുറ്റല്ല അച്ഛാ. എന്റെ അച്ഛന് വയസ്സായി കാണാൻ എനിക്ക് പറ്റാത്തോണ്ടാ. നിന്റെ കുട്ടിക്ക് വിഷമമായോ ആവോ? അച്ഛാ, ഏട്ടനും ഞാൻ ഇവൾക്ക് തരുന്ന സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടോ? അച്ഛന് എന്താ പറ്റി നിനക്ക് തോന്നാൻ? ഇല്ല മോളെ, നിങ്ങളുടെയൊക്കെ സ്നേഹം കൂടുതലായിട്ട് ഈ അച്ഛന് തോന്നിയിട്ടുള്ളൂ. പക്ഷെ മനസ്സൊക്കെ അങ്ങോട്ട് കുടി വിട്ടു പോണ പോലെ തോന്നുക. ചിലപ്പോ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയുന്നില്ല. ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടതുപോലെ. അപ്പൂപ്പൻ എന്തിനാ പേടിക്കുന്നേ? അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കല്ലേ മങ്ങലുള്ളൂ. ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞങ്ങൾക്കറിയാലോ ഇത് ഞങ്ങളുടെ അപ്പൂപ്പനാണെന്ന്. പിന്നെന്താ പ്രശ്നം? നീ എൻ്റെ മോന്റെ മോള് തന്നെ. ഞാനൊരു കര പറ്റുന്നത് വരെ എനിക്ക് ഇരുട്ടിൽ വെളിച്ചം കാണിച്ചു തന്നിട്ട് ഒടുക്കം എത്തേൻ്റെ അടുത്ത് എത്തിയപ്പോ കുത്തിക്കെടുത്ത് വലിച്ചെറിയാൻ ഓലച്ചൂട്ടുന്നല്ല എൻ്റെ അച്ഛൻ. എന്റെ ജീവന്റെ ജീവനാ.